നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു KSRTC ബസ്സിലായിരുന്നു. കൊല്ലത്തുനിന്ന് ഒരു 3 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. നമ്മൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. വിശേഷമൊക്കെ സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. നോക്കി, ശ്രീ തിരുമലൈ ടോയ്സ് ഷോപ്പ്. നമ്മളിങ്ങനെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എടുത്തതാണ്. ചെങ്കോട്ടയിലോട്ട് നടന്നു പോകുന്നതിനിടയ്ക്ക് വെച്ച് ഇങ്ങനെ കണ്ടതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് നല്ലൊരു കാഴ്ചയാണ്, നിങ്ങളെ കാണിക്കാൻ തോന്നി. നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പം കുറച്ചിനി നടക്കാറുണ്ട്. ആക്ച്വലി ബസ് ഉണ്ടായിരുന്നു. ബസ് കാത്ത് നിൽക്കാതെ ഞാൻ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ലിഫ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. ആ ബ്രോഡ് ഫ്രണ്ട് സൈഡിലൊരു ബസ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് ആക്ച്വലി റെയിൽവേ ഗേറ്റ് വരെ പോകുന്ന ബസ്സാണ്. ഞാൻ കുറേ നേരം കൊണ്ട് കാത്തി നിന്നിട്ട് ബസ് കിട്ടിയില്ല. അങ്ങനെ ലിഫ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ച് ലിഫ്റ്റ് അടിച്ച് വന്ന് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് ബ്രോ എന്നെ അവിടെ ആക്കിയിട്ടുണ്ട്. ബസ് താണ്ട് ഈ ബസ്സാണ് പോകുന്നത്. നമ്മൾ വന്ന റൂട്ട് ഈ വഴിയാണ് വന്നത്. അപ്പോൾ ബ്രോ എന്നെ ആക്കിയിട്ട് പോയി നമുക്ക് ഈ വഴി നേരെ നടന്നു പോകണം റെയിൽവേ സ്റ്റേഷനിലോട്ട്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്ന വഴി കൂടെ നേരെ വെച്ച് പിടിക്കുകയാണ്. കുറച്ച് നടന്നാൽ മതി. അപ്പോഴത്തേക്കും ഇങ്ങനെ തമിഴ്നാടിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലോ. റോഡും ഇതേണക്കത് കുറേ ആടുകളും വീടുകളും, വീടിൻ്റെ ഫ്രണ്ടിൽ കോലോക. ഇതിപ്പോൾ ഉച്ച സമയമായിട്ട് കോലോക ഒരുവിധം മാഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗികളൊക്കെ ഇങ്ങനെ കണ്ട്, തമിഴ്നാടിൻ്റെ ഒരു ഭംഗി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ, ആട്ടും കുട്ടികൾ. നമ്മൾ നടന്നു വന്നത് ഈ വഴിയല്ലേ? ഈ വഴി നേരെ ഈ ഒരു കൊച്ചു വഴി കണ്ടോ? ഇതിലേക്കൂടെ നേരെ കയറിപ്പോയാലാണ് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റുന്നെന്ന് അവർ പറഞ്ഞത്. എന്നാൽ പിന്നെ പതുക്കെ നടക്കാം. വീടിൻ്റെ എല്ലാ ഫ്രണ്ടിലും കോലമുണ്ട്. കൊള്ളാമല്ലേ? ഷോർട്ട് കട്ടാണെന്ന് തോന്നുന്നത്. ചിലപ്പോൾ കറക്റ്റ് വഴിയായിരിക്കാം. ഷോർട്ട് കട്ട് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മളിത് ഈ വഴിയല്ലേ നടന്നു വന്നത്? കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ആ വഴി ഉണ്ടായിരുന്നോ? ഇതിലേയും കയറി വരാൻ പറ്റുമായിരുന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ ആയിരിക്കും. നടന്നു നോക്കാം എന്തായാലും. നമ്മളെ കേരളത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ വലിയ ചൂടില്ല, ചൂട് കുറവാണ്. നടന്നു വന്നപ്പോഴത്തേക്കും ചെങ്കോട്ടയുടെ നെയിം ബോർഡ് കണ്ടോ? റെയിൽവേ സ്റ്റേഷൻ്റെ ഏതോ ഭാഗമാണ്. ഫ്രണ്ട് എൻട്രൻസ് അല്ല, ബാക്കിലെവിടെയാണ് വന്നത്. കണ്ടില്ലേ, 2 നെയിം ബോർഡ്. ചെങ്കോട്ടൈ. നമ്മൾ ആ വഴിയല്ലേ നടന്നു വന്നത്? ആ വഴി നേരെ പോകുന്ന ഇങ്ങോട്ടാണ്. ഞാനിപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് കണ്ടില്ല, ആ പുള്ളി അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഒരു ചേച്ചി നടന്നു വരുന്നുണ്ടോ? നമ്മൾ നേരത്തെ നെയിം ബോർഡ് കാണിച്ചില്ലായിരുന്നു? അതിലേക്കൂടെ നേരെ ഇങ്ങനെ നടന്നു വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതിലേ ഇങ്ങനെ നടക്കുമോ? ഒരു ട്രെയിൻ കിടക്കുന്നു അവിടെ. ഏത് ട്രെയിനാണോ എന്തോ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ പതുക്കനെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് ട്രെയിനിൻ്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. WP1 ആണ്. അതിന് മുമ്പേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങണം. ചെങ്കോട്ടയുടെ പുറത്തുള്ള എൻട്രൻസിൻ്റെ വ്യൂ ഒന്നും കണ്ടില്ലല്ലോ. എന്നിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനെ പറ്റിയൊക്കെ കുറച്ച് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ എല്ലാം കൂടെ പറയണം. നമ്മളങ്ങനെ ചെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടേ. നമുക്ക് ശരിക്കുമുള്ള പണി കിട്ടിയെന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ടാണ് KSRTC ബസ്സിൽ ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് എങ്ങനെ വരേണ്ട കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. മറ്റേത് ട്രെയിനിൽ തന്നെ ഇങ്ങോട്ട് വന്ന് ട്രെയിനിൽ തന്നെ തിരിച്ചു പോകുമായിരുന്നു കൊല്ലത്തുനിന്ന്. പിന്നെ ചെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളിതേ കണ്ടില്ലേതോ, അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നുള്ളതൊക്കെ. അങ്ങ് കുറേ മലകളും ഒരു പ്രകൃതിയുടെ ഭംഗിയില്ലേ നല്ല രീതിയിൽ. തമിഴ്നാടിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പം അടിപൊളി. ഇവിടെ ആണെങ്കിൽ കേരളത്തിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളിത് കണ്ടോ, നല്ല കുറേ പെയിൻറ്റിങ്സ്, സ്കെച്ചിങ് ആണെന്ന് തോന്നുന്നു തന്നെ. എന്തായിരുന്നാലും കൊള്ളാം. ഇവിടെ ആയിട്ടൊരു വലിയ മരമൊക്കെ ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. കണ്ട് ഇതാന്ന് തോന്നുന്നു മെയിൻ എൻട്രൻസ്. ഇങ്ങനെ കണ്ടായിരുന്നു. നമുക്ക് വഴി തെറ്റിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക. നല്ല കാറ്റൊക്കെ ഉണ്ട്. ചെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ് നമ്മുടെ ഗായ്സ്. ഇനി നമുക്ക് പതുക്കനെ അകത്തോട്ട് കയറാം. അപ്പോൾ എന്തായാലും ചെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണിച്ചു തരാം. പിന്നെ റെയിൽവേ സ്റ്റേഷനെ പറ്റി കുറച്ച് കാര്യം പറയണം. പിന്നെ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ കാര്യങ്ങൾ പറയണം. ഇവിടെ എഴുതിക്കുന്നുണ്ട് താങ്ക് യു, വിസിറ്റ് അഗെയിൻ. അവിടെ ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്. മറ്റേ ATM സംവിധാനമുള്ള ടിക്കറ്റ് കൗണ്ടർ 2 ഇവിടെ അടുത്തായിട്ടുണ്ട്. യു ക്യാൻ ബൈ ടിക്കറ്റ് ഫ്രം ഹിയർ ആൾസോ. ഇവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 2 ഉണ്ട് ഇവിടെ. ആളെ കാണുന്നില്ല. പിന്നെ ഇതാണ് സാധാ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. പിന്നെ ഇവിടെ UTSൻ്റെ സ്കാനിങ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ UTS ആപ്പിൽ അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ സെറ്റപ്പ് അതെല്ലാം ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലുണ്ട്. പിന്നെ നമ്മളിവിടെ വന്നപ്പം ഇങ്ങനെ എല്ലായിടത്തുനിന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ സദേൺ റെയിൽവേ മധുരൈ ഡിവിഷൻ്റെ കുറച്ച് ടൂറിസം സ്പോട്ടുകളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് ഒരു 9 കിലോമീറ്ററേ ഉള്ളൂ.
5 ഫാൾസ് കുട്രാലം, പിന്നെ നമ്മുടെ 13 ആർച്ച് റെയിൽവേ ബ്രിഡ്ജ് 25 കിലോമീറ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റേഷനിലെ ചെങ്കോട്ടയിലെ. പിന്നെ നോക്കിയാൽ നല്ല നല്ല പെയിൻറ്റിങ്സ് ആണ്. പെയിൻറ്റിങ്സ് കൊണ്ടും കാഴ്ച കൊണ്ടും എല്ലാം ഒരു നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ആകെ കിട്ടിയൊരു പണി ഞാൻ പറഞ്ഞില്ലേ, KSRTC ബസ്സിൽ ഇങ്ങോട്ട് വന്നുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. സംഭവം ഞാൻ കൊല്ലത്ത് നിന്ന് 130 രൂപയായിരുന്നു ടിക്കറ്റ്, അതായത് ചെങ്കോട്ടെ ബസ് സ്റ്റാൻഡ് വരാം KSRTC ബസ്സിൽ, അതായത് കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയത്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലാണ്, നീ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങണ്ട. അത് ആരാ പറഞ്ഞത്? നമ്മുടെ KSRTC ബസ്സിലെ കണ്ടക്ടറായിട്ട്. അങ്ങനെ നമ്മളെ ഒരു വഴിയിൽ ഇറക്കി വിട്ടതാണ് ബസ് സ്റ്റാൻഡിന് തൊട്ട് മുമ്പേ. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് കണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ പെട്ടുപോയത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ അതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്താ പറയുന്നത്, അറിഞ്ഞൂടാത്തൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് നടന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നടന്ന് വന്ന് കറങ്ങി തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലെത്തിയതും പിന്നെ ഫ്രണ്ട് എൻട്രൻസ് കണ്ടതും അതിനെപ്പറ്റി പറഞ്ഞത് നോക്കാം. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ്. ട്രെയിൻ നമ്പർ 16327 എന്ന് പറയുന്ന ഒരു ട്രെയിനുണ്ട്. നമ്മുടെ മധുരയിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന ട്രെയിനിൽ നമ്മൾ ചെങ്കോട്ടയിൽ ഒരു 3:10 ആ ട്രെയിൻ വരും. അപ്പോൾ ആ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെങ്കോട്ടയിൽ നിന്ന് കുറച്ച് അടിപൊളി കാഴ്ചകളുള്ള കൊച്ചു റെയിൽവേ സ്റ്റേഷനുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയസമ്പന്നമായ ഒരു ഏരിയ ആയിരിക്കാം ഇത്. നമ്മുടെ ഭഗവതിപുരം, ആര്യങ്കാവ്, പുതിയ ആര്യങ്കാവ്, എടപ്പാളയം ഹാൾട്ട്, കഴുതുരുത്തി, തെന്മല, ഒറ്റക്കൽ, ഇടമൻ, പുനലൂർ വരെയുള്ള കാഴ്ചകൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം കവർ ചെയ്തെടുക്കും. ആരുടെ ഈ പോകുന്നത് വെച്ച് പറപ്പിക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2 കൊടുക്കും. അപ്പം അതുവരെയുള്ളൊരു കാഴ്ചകൾ. അപ്പം അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് തുരങ്കങ്ങളും ഒരു കാടിനുള്ളിൽ എങ്ങനെ ആയിരിക്കും ട്രെയിൻ യാത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒരു 2 മണിക്കൂറുണ്ട്, പതുക്കനെ വണ്ടി പോകത്തുള്ളൂ. ഉള്ള കൊച്ചു സ്റ്റേഷൻസിലെല്ലാം സ്റ്റോപ്പ്. ഞാൻ പറഞ്ഞു ഇപ്പം ഇത്രയും പറഞ്ഞില്ലേ, ആ ഒരു കൊച്ചു സ്റ്റേഷൻസിൽ ഫുള്ള് സ്റ്റോപ്പുകൾ. ഇത് നിങ്ങളിത് കണ്ട, ഇവിടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, നമ്മൾ RPFൻ്റെ കണ്ടില്ലേ നിങ്ങൾ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തൊട്ടടുത്തായിട്ടൊരു കടയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ചെങ്കോട്ടയിൽ നിന്ന് ഭഗവതിപുരം, ആര്യങ്കാവ്, ന്യൂ ആര്യങ്കാവ്, അതെല്ലാം അടിപൊളി റൂട്ടാണ്. ഒരു കൊടും കാടിനുള്ളിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ പതുക്കെ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച്. സോളോ ഒക്കെ അടിക്കാൻ പറ്റിയതാണ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സുമായിട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകാൻ പറ്റത്തില്ല എന്നല്ല. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ സോളോ അടിച്ച് കഴിഞ്ഞാൽ. ഞാൻ ഫുള്ള് വ്യൂ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതൊരു ഭയങ്കര പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. കുറേ തുരങ്കത്തിനകത്തൂടെ ട്രെയിൻ പോകുന്നതും വലിയ മരങ്ങളും അരുവികളും പുഴകളും ഇതെല്ലാം കണ്ട് സൈലൻ്റായിട്ട് വണ്ടി വളരെ പതുക്കെയാണ് പോകുന്നത്. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം മറ്റേ 13 കണ്ണറ പാലം, ഇതിനെല്ലാം പുറമെ ഇതൊരു പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ സോളോ അടിക്കാനാണെങ്കിൽ ഒരിക്കലെങ്കിലും സോളോ അടിക്കണം ഈ റൂട്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ് ചെങ്കോട്ടയിൽ നിന്ന് കൊല്ലം വരെ. ടിക്കറ്റ് ചാർജിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതേ കണ്ടില്ലേ, 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഈ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ നിങ്ങൾ നോക്കിയതേ, അടിപൊളിയല്ലേ? നമ്മൾ മുമ്പേ പുറത്ത് എൻട്രൻസിൽ വെച്ച് മറ്റേ കാറ്റാടിപ്പാടം കണ്ടില്ലായിരുന്നോ? ഇതേ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ അടുത്തുനിന്ന് നല്ലോണം കാണാവേ. ഒരു രക്ഷയില്ല, അടിപൊളി. ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷന് ചുറ്റും ഫുള്ള് ഭയങ്കര പ്രകൃതിയുടെ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് ഫുള്ള്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റ്, വേറൊരു ഫീല്, എന്തോ പറയണ്ട. എന്തായാലും നമ്മളെ ട്രെയിൻ വരാൻ ഇനിയുണ്ട് 1 മണിക്കൂറോളം സമയം, ഗുരുവായൂർ എക്സ്പ്രസ്സേ. എന്തായാലും പതുക്കെ നടന്നിനി അപ്പുറ സൈഡിലൊക്കെ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് കാറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ, വേറൊരു വൈബ്, നല്ല ഇളം കാറ്റ്, ചൂടും കുറവ്, ചൂടേ ഇല്ല ഇവിടെ. பயணிகள் கவனத்திற்கு வண்டி எண் 0665 செங்கோட்டை திருநெல்வேலி ஸ்பெஷல் எக்ஸ்பிரஸ் வழி தென்காசி ஜங்ஷன் பாவூர் சத்திரம் அம்பாசமுத்திரம் சேரன் மகாதேவி 14 மணி 35 நிமிடங்களுக்கு நடைமேடை 1 இருந்து புறப்படும். Your attention please. Train number. നമ്മൾ ആദ്യം പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നപ്പോൾ ഒരു ട്രെയിൻ കണ്ടില്ലായിരുന്നു? അതെ, ഇവൻ WP1 ഉള്ള 06658 ചെങ്കോട്ടെ തിരുനെൽവേലി എക്സ്പ്രസ് സ്പെഷ്യലിൻ്റെ അനൗൺസ്മെൻറ്റാണ് നിങ്ങൾ ഈ കേട്ടത്. ധാരാളം റേറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണേ. നമ്മളിപ്പോൾ ഇത് ഇപ്പുറത്ത് വന്നു. ഇവൻ ആരാന്ന് ഈ കിടക്കുന്നത്? ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ 20684 താമ്പരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതായത് ചെങ്കോട്ടയിൽ നിന്ന് താമ്പരം വരെ പോകുന്ന ട്രെയിനാണ്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ താമ്പരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, അത് തന്നെ. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഈ ട്രെയിൻ സർവീസ് ഉണ്ട്. നിൽക്കുക, ഇതിൻ്റെ നെയിം ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് കണ്ടില്ലേ, താമ്പരം ചെങ്കോട്ടൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 20683 20684 കണ്ടില്ലേ?
പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണെങ്കിൽ രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് നമ്മുടെ ട്രെയിൻ നമ്പർ 16102 ചെന്നൈ ഇഗ്മോർ ഉണ്ട്. അത് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ 3 മണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെങ്കോട്ടയിലെത്തും. നമ്മൾ ആദ്യം പറഞ്ഞ ട്രെയിനാണ് കേട്ടോ ഈ പോകുന്നത്, ചെങ്കോട്ടை തിരുനെൽവേലി സ്പെഷ്യൽ. കുറച്ച് റൈറ്റ് ഷെയറിംഗ് ഒക്കെ ഉള്ള ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് 2:35 കഴിയുമ്പം നമ്മുടെ ചെങ്കോട്ടை പ്ലാറ്റ്ഫോം നമ്പർ 1 പോകും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾക്കിപ്പം KSRTC ബസ്സിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കൊല്ലത്ത് നിന്നാണെങ്കിലും തിരുവനന്തപുരം ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും KSRTCയിൽ ചെങ്കോട്ടയിലോട്ട് വായോ. അതായത് ഒരു 3:10 മുമ്പ് എത്തുന്നവരെ, ഒരു ഉച്ചയ്ക്കൊക്കെ എത്തുന്ന രീതിയിൽ വായോ. തിരിച്ചെന്നിട്ട് 3:10 ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറി 50 രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഒരു പോക്കങ്ങ് പോകാം. അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് KSRTC വന്നാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ, ഈ തെന്മല ചെങ്കോട്ടை റൂട്ടൊക്കെ ബസ്സിൽ വരുന്നത്. അപ്പോൾ അതും കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ ഇതേ കണക്ക് കുറച്ച് തുരങ്കങ്ങളും കുറേ കർവുകളും ഒക്കെ അടിച്ച് വണ്ടി വളരെ സ്ലോയിൽ പോകുന്നതും കുറേ പുഴകളും അരുവികളും പിന്നെ എന്താ പറയുന്നത് വലിയ വലിയ മരങ്ങളും ഇതെല്ലാം കണ്ടു പോകുന്നൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 16327 ഗുരുവായൂർ എക്സ്പ്രസ് ആണ് ഇത്. മധുരയിൽ നിന്ന് ഗുരുവായൂരോട്ട് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി കറക്റ്റ് ഒരു 3:11 ആയപ്പോഴത്തേക്കും നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിട്ടുണ്ട്. ഈ ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കൊല്ലത്ത് നിന്ന് 12 മണിക്ക് എടുക്കുന്ന ചെന്നൈ ഇഗ്മോർ ഇവിടെ വന്നാലേ നമ്മളെ ട്രെയിൻ പോകത്തുള്ളൂ ഇനി ഇവിടുന്ന്. അപ്പോൾ ആ എഗ്മോർ വന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മുടെ ട്രെയിൻ ഇവിടെ ഇട്ടിരിക്കും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിപ്പം KSRTC വരാൻ താല്പര്യമില്ലെങ്കിൽ ചെന്നൈ ഇഗ്മോറിൽ 50 രൂപ എടുത്ത് ടിക്കറ്റിലെടുത്ത് നേരെ ചെങ്കോട്ടை വന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ. ആ ഒരു സമയം കൊണ്ട് തിരിച്ച് ഈ വണ്ടി കയറി തിരിച്ച് കൊല്ലത്തോട്ട് പോകാം. അതൊരു ഓപ്ഷനാണ്. അത് വെറും ട്രെയിൻ പനാത്തന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, എന്നെപ്പറ്റി പോലുള്ള. പിന്നെ ഞാനിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ചെങ്കോട്ടை റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് KSRTC ബസ്സിൽ വന്നത്. മറ്റേ എഗ്മോറിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, പെടഞ്ഞടിക്കേണ്ടി വരും. പിന്നുള്ളത് ട്രെയിൻ നമ്പർ 16328 മധുരൈ എക്സ്പ്രസ് ആണ്. അതായത് ഇതിൻ്റെ റിട്ടേൺ വണ്ടി. എഗ്മോർ വന്നു കേട്ടോ, നമ്മുടെ ചെന്നൈ ഇഗ്മോർ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കൊല്ലത്ത് നിന്ന് 12 മണിക്ക് എടുക്കുന്ന ഈ ട്രെയിൻ ചെന്നൈ ഇഗ്മോർ ഡെയിലി എടുക്കുന്ന ഈ ട്രെയിൻ നമ്പർ 16102 മറക്കണ്ട. ഇത് ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മളെ വണ്ടി ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പം അതൊരു പെടപ്പാണ്. വന്നു കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് തിരിച്ച് ഈ വണ്ടി ചാടി കയറി, മനസ്സിലായത്? നിങ്ങൾക്ക് അത്രയും റിസ്ക് എടുക്കാമെങ്കിൽ നിങ്ങൾ എടുത്തോ, ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ല. പിന്നുള്ളത് ട്രെയിൻ നമ്പർ 16328 മധുരൈ എക്സ്പ്രസ്. അതായത് നമ്മളിപ്പോൾ ഗുരുവായൂരോട്ട് പോകുന്ന വണ്ടി തിരിച്ച് മധുരയിലോട്ട് പോകുന്നത് കൊല്ലത്ത് നിന്ന് ഒരു 12:20 ആകുമ്പോൾ ആ ട്രെയിൻ എടുക്കും. അതൊരു 3:40 ആകുമ്പോഴേ ചെങ്കോട്ടയിലെത്തും. പിന്നെ തിരിച്ച് KSRTC അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല നാട്ടിലോട്ട് പോകാൻ. പിന്നെ വേറെ ട്രെയിനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെടുത്ത് തിരിച്ചുള്ള യാത്ര ട്രെയിനിലാക്കി കഴിഞ്ഞാൽ അത് അത്രയും മനോഹരമായിരിക്കും, അടിപൊളി വൈബായിരിക്കും. ഇങ്ങോട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും KSRTC വായോ ഒരു ഉച്ചയ്ക്ക് മുമ്പ്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളമൊക്കെ എടുത്ത് അത്യാവശ്യം ആവശ്യമുള്ള കാര്യങ്ങൾ, വലിയ ലഗേജ് ഒന്നും ആവാതെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഓൾ സെറ്റാണ്. പിന്നെ തിരിച്ചുള്ള യാത്ര അത് വേറൊരു വൈബാണ്. ഈ ട്രെയിനിൽ നമുക്ക് ആവശ്യത്തിലധികം സീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിന്ന് തിടുക്കിയോ ഒന്നും പോകേണ്ട കാര്യമില്ല. കാഴ്ചകൾ വളരെ ശാന്തമായിട്ടും കാമായിട്ട് നമുക്ക് കാണാം. ഞാൻ എൻ്റെ സീറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ കണ്ട ഈ സൈഡിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്ക്, ആരുമില്ല, നിങ്ങൾക്ക് കിടന്നു വരെ യാത്ര ചെയ്യാം. എൻ്റെ ബാഗ് ധരിക്കുന്നുണ്ടല്ലോ, ഇവിടാണ് നമ്മളിരിക്കുന്നത്. ഇനി ഇപ്പുറ സൈഡ് കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് കൊല്ലത്ത് ഇങ്ങോട്ട് വരാൻ ഈ 2 ട്രെയിനേ ഉള്ളൂ, ചെന്നൈ ഇഗ്മോറും മധുരൈ എക്സ്പ്രസ്സും. അതിൻ്റെ ഒരു ടൈം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ചെന്നൈ ഇഗ്മോർ 12 മണിക്ക് കൊല്ലത്ത് നിന്ന് എടുക്കും, മധുരൈ എക്സ്പ്രസ് 12:20 കൊല്ലത്ത് നിന്ന് എടുക്കും. ഇപ്പം അതേ നമ്മളെ വണ്ടി ചെറുതായിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 3:10 എടുക്കുന്ന നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ ഗുരുവായൂർ എക്സ്പ്രസ്, ട്രെയിൻ നമ്പർ 16327 എടുത്ത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബുദ്ധിമുട്ടിക്കാന്ന് തോന്നരുത്. നിങ്ങൾ ഇങ്ങോട്ട് KSRTCയിൽ എങ്ങനെയെങ്കിലും വായോ, അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും, ഉറപ്പ് തരുവാൻ ഞാൻ. എന്നിട്ട് തിരിച്ച് നമുക്ക് ഈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ അങ്ങോട്ട് പോവാം കൊല്ലത്തോട്ട്. അപ്പോൾ ഈ ചെങ്കോട്ടയിൽ നിന്ന് ഭഗവതിപുരം, ആര്യൻകാവ്, ന്യൂ ആര്യൻകാവ്, ഇടപ്പാളയം ഹാൾട്ട്, കഴുതുരുത്തി, തെന്മല, ഒട്ടയ്ക്കൽ, ഇടമൻ, പുനലൂർ നിന്ന് കൊല്ലം വരെയുള്ള സ്റ്റേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. കൊച്ചു സ്റ്റേഷൻസ്, ഈ ആവണീശ്വരം, കൂരി, എഴുകോൺ, കുണ്ട്ര ഈസ്റ്റ്, കുണ്ട്രയൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പുനലൂർ വരെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എടുത്ത് കാണിച്ചു തരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടുന്ന് എഞ്ചിൻ മാറ്റിയോ. അപ്പോൾ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇഗ്മോറിൻ്റെ, ചെന്നൈ ഇഗ്മോറിൻ്റെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആരും എന്തൊക്കെയോ പറഞ്ഞായിരുന്നു, അതാണ് തോന്നുന്നു കറക്റ്റ്. അപ്പോൾ പിന്നെ നമ്മുടെ ചെങ്കോട്ടை റെയിൽവേ സ്റ്റേഷനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് ഭംഗിയായില്ലേ, നിങ്ങളിവിടെ വരണം കേട്ടോ. വരാത്തവരൊക്കെയാണെങ്കിൽ സോളോ ഓടിക്കാൻ പറ്റിയതാണ് അങ്ങോട്ടുള്ളത്. ഈ ട്രെയിൻ യാത്രയിലെ ഈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലം ചെങ്കോട്ടை ബ്രാഞ്ച് ലൈനും ചെങ്കോട്ടை വിരുദ്ധനഗർ ലൈനും സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്കോട്ടை റെയിൽവേ സ്റ്റേഷൻ. കൊല്ലം ചെങ്കോട്ടை റെയിൽവേ പാത പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ ആദ്യത്തെ നവംബർ പാതയാണ്. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ചെങ്കോട്ടை റെയിൽവേ സ്റ്റേഷൻ. 1904 നമ്മുടെ ബ്രിട്ടീഷുകാർ കമ്മീഷൻ ചെയ്ത കൊല്ലം ചെന്നൈ മീറ്റർ ഗേജ് റെയിൽ പാതയുടെ ഭാഗമാണ് കൊല്ലം ചെങ്കോട്ടை സെക്ഷൻ. മീറ്റർ ഗേജ് ആയിരുന്ന പാത പൂർണ്ണമായും ബ്രോഡ് ഗേജ് ആക്കി മാറ്റി ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു.
അപ്പോൾ ഇതേ 3:05 കഴിഞ്ഞു, 3:10 കഴിഞ്ഞു നമ്മുടെ ട്രെയിനിൻ്റെ ചെങ്കോട്ടയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങളുണ്ടല്ലോ ഇതേ കണക്ക് യാത്രകൾ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ സോളോ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഫുഡ് മാക്സിമം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കണം. ഇപ്പോൾ 1 ഡേ ആണെങ്കിലും 2 ഡേ ആണെങ്കിലും ഒക്കെ കേട്ടോ, പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ നിൽക്കരുത്. ഈ ഫുഡ് പോയിസണൊക്കെ ഏത് രീതിയിൽ എപ്പോഴാണ് അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ട്രെയിനിൽ യാത്രയിലൊക്കെ ഫുഡ് പോയിസൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പാടായിരിക്കും. അതിൽ നല്ലത് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കഴിച്ച് നല്ല മൂഡിലിരുന്നത് ഇതുപോലത്തുള്ള നല്ല നല്ല വ്യൂകളൊക്കെ കണ്ട് പിന്നെ വെള്ളമൊക്കെ എടുക്കാൻ മറക്കരുത്. പിന്നെ ഇവിടെ വന്നിരുന്ന് കഴിക്കാം നിങ്ങൾക്ക്. ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടെങ്കിലും ഇവിടെ അതിനുള്ളൊരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഉണ്ട്. എന്തോ എല്ലാം വൃത്തിയും ബാത്റൂമൊക്കെ ആണെങ്കിലും ഞാൻ പോയി വീഡിയോസ് ഒന്നും എടുക്കാത്ത കാര്യം എന്ന് പറയുമ്പോൾ ബാത്റൂമിൻ്റെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു, ലേഡീസിൻ്റെ ജെൻസിൻ്റെ തൊട്ടടുത്തടുത്തായിട്ടാണ്. അപ്പോൾ അവിടെ ക്യാമറയും കൊണ്ട് പോകുന്നത് ശരിയാവത്തില്ലല്ലോ, തലയ്ക്ക് എപ്പോഴും അടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ സംഭവം വ്ലോഗിങ്ങിൻ്റെ പരമായിട്ട് അടിക്കുകയാണെങ്കിലും അതുകൊണ്ട് അത്യാവശ്യമൊന്നുമല്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. വെയിറ്റിംഗ് റൂം ആണെങ്കിലും അതേ കണക്കൊക്കെ തന്നെയാണ്. പിന്നെ വാട്ടറൊക്കെ ഫുള്ള് തണുത്ത വെള്ളവും ചൂടുവെള്ളവും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതേ കണ്ടില്ലേ ഇതേ തടാകങ്ങൾ, എന്ത് ഭംഗിയല്ലേ. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് സോളോ അടിക്കണം കേട്ടോ, ഇതുവരെ ചെയ്തിട്ടില്ല. ധാരാളം വ്ളോഗേഴ്സ് ചെയ്തിട്ടുള്ള വീഡിയോസാണിത്. ഇതേ ഇങ്ങനെ ഈ ഒരു റൂട്ടില്ലേ, അത് മിക്കതും അങ്ങോട്ടാണ്. പിന്നെ നമ്മളെ മലയാളി ട്രാവലേഴ്സ് ബ്രോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ സോളോ അടിക്കാൻ പറ്റിയൊരു ഇതാണ്. നിങ്ങൾക്ക് എന്തോ പറയുന്ന റഷോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ട്രെയിനിൽ, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഇതേ കണക്ക് കുറേ തെങ്ങിൻ തോപ്പുകളും, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് തുരങ്കങ്ങൾ കാണാം, കർവുകൾ കാണാം. പിന്നെ ഈ പറയുന്ന കണക്ക് പുഴകളും അരുവികളും, ഭയങ്കര സൈലൻസ് ആയിരിക്കും, പീസ്ഫുള്ളാണ്. നമ്മൾ ഈ ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചില്ല് മൈൻഡ് ആയിരിക്കും. നമ്മൾ എന്തോ പല കാര്യങ്ങളും ചിന്തിക്കത്തില്ല, പല കാര്യങ്ങളും ശ്രദ്ധിക്കത്തില്ല. ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷമായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിയൊക്കെ ആയിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പോൾ സൈലൻറ്റ്, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഒരു പ്രത്യേക മൂഡ്, നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ശ്രദ്ധിക്കും, ചിന്തിക്കാത്ത പല കാര്യങ്ങളും ചിന്തിക്കും ഒറ്റയ്ക്ക് പോകുമ്പോൾ. അതിന് പറ്റിയൊരു റൂട്ടാട്ടോ ഈ സോളോ പ്രാന്തന്മാർക്കൊക്കെ പറ്റിയൊരു റൂട്ടാണ്. വെറും 50 രൂപയേ ഉള്ളൂ. ഈ ഒരു ട്രെയിൻ ജേണി നിങ്ങൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേണിയാണ്. ഒരു 2 മണിക്കൂർ നിങ്ങൾ വേറെ ചിന്തയാവും. അതിൽ ഞാൻ എന്തായാലും ഉറപ്പ് തരുക. ഇപ്പം നമ്മളിത് നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി എത്രത്തോളം ഭംഗി എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത് അങ്ങ് ദൂരെയായിട്ട് മലകളും അടിപൊളിയല്ലേ. ഇത് എത്രത്തോളം നേരിട്ട് നമ്മൾ കണ്ണി വന്ന് കാണുമ്പോൾ എങ്ങനെ ഇരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ റൂട്ട് ചിലപ്പോൾ കുറേ വട്ടം പോയിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഞാൻ നിങ്ങളടുത്ത് വീണ്ടും പറയുക, ഇങ്ങോട്ട് KSRTC വരുന്നതും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സോളോ ആൾക്കാർക്കൊക്കെ അതെ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഭഗവതിപുരം. വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അവിടെയാണ്, നമ്മൾ ആദ്യത്തെ സ്റ്റേഷൻ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് കയറിയ ആദ്യത്തെ സ്റ്റോപ്പാണ് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. ഇത് ഇപ്പുറത്തെ സൈഡാണ് സ്റ്റേഷൻ്റെ. 2 സൈഡും നല്ല മുട്ട മലകളും കുന്നുകളുമാണ് ഗൈസ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇവിടുത്തെ പറ്റി. അത്രയും മനോഹരമാണ് ഈ റൂട്ട്. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഞാനൊരു ചായ മേടിച്ചിട്ടുണ്ട്. ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ചായയാണ്. നല്ല ജിഞ്ചർ ടീ, ഇഞ്ചി ചായ ഉണ്ടല്ലോ, ഇഞ്ചി ചായയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല മധുരവും ഒരു ചെറിയ എരിവും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇത് ഈ കാഴ്ചകളൊക്കെ കണ്ടത് അങ്ങ് ദൂരമായിട്ട് പശുക്കളാണോ ആടുകളാണോ എന്നിരുന്നാലും കൊള്ളാം, കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുക. നിങ്ങൾ ചെങ്കോട്ടയിൽ നിന്ന് ചായ കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ വന്ന് കുടിക്കുന്നതായിരിക്കും. ഈ ട്രെയിൻ ഭഗവതിപുരത്ത് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുന്ന് കുടിച്ച് ആ ഒരു കാഴ്ചയെ കണ്ട് ആ ഒരു വൈബിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ അകത്തേന്ന് ഇപ്പുറത്തെ ഭാഗത്തോട്ട് വന്ന് ഇപ്പുറത്തെ ഭാഗത്ത് കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കൊല്ലത്തുനിന്ന് ഒരു മധുര എക്സ്പ്രസ് ഇപ്പോൾ വരും, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ 2ാമത്തെ വണ്ടി കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത്. കാണാൻ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ കൊല്ലത്ത് നിന്ന് വരുന്ന 2ാമത്തെ വണ്ടി ഇവനാണ്. ട്രെയിൻ നമ്പർ 16328 മധുര എക്സ്പ്രസ്. ഇത് കൊല്ലത്ത് 12:20 എത്തിയിട്ട് 3:40 നമ്മുടെ ചെങ്കോട്ടയിൽ എത്തുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭഗവതിപുരത്ത് ട്രെയിൻ അതായത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്കിവിടെ സ്റ്റോപ്പുണ്ട്, ഈ 2 ട്രെയിനും ഇവിടെ സ്റ്റോപ്പുണ്ട്, അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾക്ക് കൊല്ലത്ത് നിന്ന് വരാൻ വേണമെങ്കിൽ ഈ ട്രെയിനും ചൂസ് ചെയ്യാം. കാരണം ആദ്യത്തെ ട്രെയിനിൻ്റെ കാര്യമുണ്ടല്ലോ, ട്രെയിൻ നമ്പർ 16102 ചെന്നൈ ഇഗ്മോർ 12 മണിക്കടുത്ത് 3 മണിക്ക് ചെങ്കോട്ടയിൽ വരുന്ന ട്രെയിൻ. ആ ട്രെയിന് സ്റ്റോപ്പ് കുറവാണെങ്കിലും ഈ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പില്ല. പക്ഷേ നിങ്ങൾക്ക് അതിൽ കയറി വന്നുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം. ചെന്നൈ വരെ പോകുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് പുറത്ത് ഇച്ചിരി മാറി ഇന്ന് വിൻഡോ സൈഡിൽ അങ്ങനെ നിന്നൂടാ. അങ്ങനല്ല, പുറത്തോട്ടൊന്നും വന്ന് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ടൊന്നും വന്ന് ഇറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല. സീറ്റ് എപ്പോഴേ പോകും. അതാണ് ആകെ ഒരു റിസ്ക്. ഇരുന്ന് എൻജോയ് ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ ചെന്നൈ ഇഗ്മോറും വരാം, തിരിച്ച് ഇതേണക്ക് നമ്മളെ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ പോകാം. അതല്ല നിങ്ങൾക്ക് ഈ വണ്ടിയും ചൂസ് ചെയ്യാം. തിരിച്ച് KSRTC നാട്ടിലോട്ട് പോകാനാണെങ്കിൽ ട്രെയിൻ നമ്പർ 16328 മധുര എക്സ്പ്രസ്
അതായത് ഇപ്പോൾ ഈ വന്ന ട്രെയിനില്ലേ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം ഇതിലിരുന്ന് പോകാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ തിരക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇതേ കണക്ക് കൊല്ലത്ത് നിന്ന് ചെങ്കോട്ട വരെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഇതേ നമ്മളെ ട്രെയിനും എടുത്തിട്ടുണ്ട്, നമ്മളെ ട്രെയിൻ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മധുര എക്സ്പ്രസ്സിൽ കയറി വരാം നിങ്ങൾക്ക്. ട്രെയിൻ നമ്പർ 16328, അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ തിരിച്ചു പോകുന്ന ട്രെയിൻ, മധുരയിലോട്ട് പോകുന്ന ട്രെയിൻ. ഇതേ ഭഗവതിപുരത്തിൻ്റെ നെയിം ബോർഡ് എന്ന്. പക്ഷേ നിങ്ങൾ അങ്ങനെ വന്നതാണെങ്കിൽ ചെങ്കോട്ടയിൽ 3:40 ആവും എത്താൻ. പിന്നെ തിരിച്ച് നമുക്ക് നാട്ടിലോട്ട് പോകാൻ ട്രെയിൻ ഇല്ല. നിങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് പിന്നെ എല്ലാ ഭാഗത്തോട്ടും ബസ്സുണ്ട് ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ വൈകിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെങ്കോട്ട വന്നിട്ട് ഇവിടുന്ന് KSRTC ബസ്സിൽ കയറി തെങ്കാശി പോയി ഇറങ്ങി അവിടുന്ന് വേണമെങ്കിൽ നാട്ടിലോട്ട് പോകാൻ ബസ്സുകളുണ്ട്. തെങ്കാശി പോയി ഇറങ്ങാൻ പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല, അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമാണ് കാണാൻ. ഈ തെങ്കാശിയുടെ ഒരു ഭംഗിയൊക്കെ കാണാം. KSRTC ബസ് സ്റ്റാൻഡ് സൈഡിലുള്ള കുറേ പഴക്കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അതും കണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് തിരിച്ച് KSRTC വീട്ടിൽ പോകുന്നവർക്ക് പോവാം. എന്നിരുന്നാലും തിരിച്ച് ഇങ്ങോട്ട് ആദ്യം KSRTC ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഈ പോകുന്ന ട്രെയിനിൽ പോകുന്നതും വേറൊരു വൈബാണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണമെന്ന്. സോളോ കണ്ട വണ്ടി ഈ ഒരു സ്പീഡിലേ പോകത്തുള്ളൂ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ച് കർവൊക്കെ അടിച്ച് പോകുന്നതാണ്. ഇതേ എൻ്റെ സീറ്റ് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെയാണ് നമ്മളിരുന്നത്. നോക്ക്, ഓൾമോസ്റ്റ് ആണ്. ഒരു ചേട്ടൻ കിടന്നുറങ്ങുന്നു, ഒരു ചേച്ചി കിടന്നുറങ്ങുന്നു. എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റിയ യാത്രയാണ്. ഇവിടെ ആരുമില്ല, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിനാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരിച്ചു പോകാൻ മുഷിഞ്ഞു പോകണ്ടല്ലോ. ഇതേ കണക്കത്തുള്ള നല്ല കാഴ്ചകളായി കണ്ടിട്ട് ഇങ്ങനെ ഈ ട്രെയിനിൽ പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലധികം സീറ്റും ഉണ്ട്, നല്ലപോലെ ഇരുന്ന് പോകാനും പറ്റും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇങ്ങോട്ട് KSRTC വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് തിരിച്ച് ഈ ട്രെയിനിൽ പോവാം. പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം പേഴ്സണലായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതേ കണ്ട ഒരു കാടിനുള്ളിൽ കൂടെ ട്രെയിൻ പോകുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത്, ഈ ഒരു സ്പീഡിൽ മാത്രമേ പോകത്തുള്ളൂ. ഈ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് സമയമാണ്. അപ്പം നമ്മൾ 12 മണിക്കുള്ള ഇഗ്മോറിലും മധുര എക്സ്പ്രസ്സിലൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുവിധമുള്ള കാഴ്ചകളൊക്കെ നമുക്കൊരു വെയിലിൻ്റെ പുറത്ത് ഭ്രാന്ത് പിടിച്ചായിരിക്കും നമ്മൾ വരുന്നത്. അപ്പം നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം, മനസ്സിലായി? ചൂട് സമയമാണ്. അപ്പം ആ ഒരു ക്ലൈമറ്റ് മഴക്കാലമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഏത് ടൈമിൽ വന്നാലും ഇവിടെ അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ ചൂട് കാലമായതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് തിരിച്ച് ഇങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ കാണുന്നില്ലേ ഈ ഭംഗി? ഇത് സോളോ അടിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ ഒറ്റയ്ക്ക് വരുവാണ്, വേറെ ആരുമില്ല. ട്രെയിനിൽ വേറെ സ്ട്രേഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ആർക്കാണെങ്കിലും വേർതിരിവില്ലാതെ സോളോ അടിക്കാൻ പറ്റിയൊരു പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ. ഇത്രയും മനോഹരമായ ഒരു ട്രെയിൻ ജേണി നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ KSRTC വരിക, എന്നിട്ട് തിരിച്ച് ട്രെയിനിൽ പോവുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് മനസ്സിലായോ? 50 രൂപയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ടിക്കറ്റ് ചാർജ്. ഇപ്പം കൊല്ലത്തുനിന്ന് ചെന്നൈ ഇഗ്മോറി എങ്ങനെയെങ്കിലും കയറി വന്നിട്ട് ഇതിൽ തിരിച്ചു പോകുകയാണെങ്കിൽ 100 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു, അത് വേറെ കാര്യം. പിന്നെ ട്രെയിൻ ഭ്രാന്തന്മാർ, കട്ട ട്രെയിൻ ഭ്രാന്തന്മാരൊക്കെ ആണെങ്കിൽ UTS വഴി ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ കൊല്ലത്തുനിന്ന് തിരിച്ചുള്ള ട്രെയിൻ ടിക്കറ്റ് അങ്ങ് എടുക്കണം 100 രൂപയ്ക്ക്. എന്നിട്ട് ഈ ട്രെയിൻ ചെന്നൈ ഇഗ്മോർ അവിടെ വരുമല്ലോ ചെങ്കോട്ടയിൽ, വന്നിട്ട് അപ്പോഴേ ചാടി ഇപ്പുറത്ത് ഇതിനകത്ത് കയറണം. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് കണ്ടിട്ട്? എനിക്ക് ക്യാമറയിൽ കൂടി ഇത് എത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങൾക്ക് എടുത്തതെന്ന് കാണിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒരു യമണ്ട ഗുഹയിലോട്ട്, ഒരു തുരങ്കത്തിനകത്തോട്ട് കയറും. ആ തുരങ്കം കയറി കഴിഞ്ഞാൽ പിന്നെ കേരളമായി. ഇതേ കയറി ആ തുരങ്കത്തിനകത്തോട്ട് കയറിയാട്ടോ. ഇതൊരു വലിയ തുരങ്കമാണ്. ഏകദേശം ഇത് കഴിഞ്ഞാൽ കേരളമാണ്. 1903 എന്നൊക്കെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. തുരങ്കം പണിഞ്ഞ സമയമായിരിക്കും. കണ്ട ഒരു യമണ്ടൻ തുരങ്കം എന്ന് പറഞ്ഞാൽ യമണ്ടൻ തുരങ്കം. ഇപ്പോൾ ട്രെയിൻ ഫുൾ ഇരുട്ടായി. ഞാൻ അകത്തുള്ളൊരു വ്യൂ കാണിച്ചു തരാം. കണ്ട ഇല്ല, ഇരുട്ടത്ത് പോകുമ്പോഴത്തേക്ക് അകത്തെങ്ങനെ ആയിരിക്കും വെട്ടം, രാത്രി ട്രെയിനിൽ ലൈറ്റ് ഇട്ടാണൊക്കെയല്ലേ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒറ്റയ്ക്ക് ഈ തുരങ്കത്തിനകത്തൂടെ വേറെ വൈബ് കേട്ടോ, വേറൊരു ഫീലാണിത്. ഞാൻ മുമ്പ് ഇഷ്ടംപോലെ വട്ടം ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ തിരിച്ചാദ്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ചെങ്കോട്ട റൂട്ട്. പക്ഷേ ഈ ഒരു ചൂട് സമയത്തൊക്കെ, ഇത്രയും വേനൽ, ഇത്രയും കൊടും ചൂട് സമയത്ത് ആദ്യമായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നൊരു വൈബ് കിട്ടുന്നത്. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത് തീരുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിനോളം ദൂരമുള്ള തുരങ്കം കേട്ടോ. 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇത് തീരുന്നില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫീൽ തന്നെ കേട്ടോ ഈ തുരങ്കത്തിനകത്ത്. നിങ്ങൾക്കൊരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും. നിങ്ങൾ സോളോ ഒക്കെ അടിക്കാൻ പറ്റിയതാണ്. ഒന്നും പറയാനില്ല എൻ്റെ മോനെ, ചിന്തയാവുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു വൈബ്. ഇത് തീരുന്നില്ല, ഫുള്ള് ഇരുട്ട്. ഒന്നുകൂടെ അകത്തെ ട്രെയിനിൻ്റെ കാര്യം കാണിച്ചു തരാം. ലൈറ്റ് സെറ്റിങ് എന്ത് പറയാനാണ്, ഒരു പേഴ്സണലായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കേട്ടോ. പറഞ്ഞ് ഞാനിതിപ്പോൾ കുറേ പറഞ്ഞെന്ന് തോന്നുന്നു. അത്രയ്ക്കും കിടിലമാണ് കേട്ടോ. ഒരു 50 രൂപയുടെ കാര്യമേ ഉള്ളൂ. 50 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേറെ കിട്ടത്തില്ല നമുക്ക്.
ഓരോത്തിനും എന്ന് വെച്ചാൽ മറ്റുള്ള ട്രെയിൻ ജേർണികളെ കുറ്റം പറയട്ടോ. നമ്മളെ നിലമ്പൂർ ഷൊർണൂറൊക്കെ അടിപൊളി തന്നെയാണ്. അതിന് അതിൻ്റേതായ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിന് ഇതിൻ്റേതായ ഭംഗിയും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമുക്കെന്താണ് മുഖ്യമെങ്കിൽ ഈ ട്രെയിൻ ജേർണീസ്, മനോഹരമായ ട്രെയിൻ ജേർണീസ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ തേടി കണ്ടുപിടിച്ച് പോവുക, അത്രയേ ഉള്ളൂ. ഈ തുരങ്കം ഇതുവരെ തീർന്നിട്ടില്ല. 1 കിലോമീറ്റർ ദൂരം എന്തായാലും ഉണ്ട്, 1 കിലോമീറ്റർ കൂടുതൽ എന്തായാലും ഉണ്ട് ഈ തുരങ്കം. ഇതുവരെ തീർന്നില്ല. നമ്മൾ തുരങ്കത്തിനകത്ത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒറ്റയ്ക്ക് ഈ ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഈ ഒരു സീൻസും കാര്യങ്ങളൊക്കെ കണ്ട് തമിഴ്നാടിൻ്റെ ഭംഗി കണ്ടു, കേരളത്തിൻ്റെ ഭംഗി കണ്ടു, തുരങ്കങ്ങളിൽ കയറുന്നു, അരുവികൾ കാണുന്നു. ഇതേ വെട്ടം വന്ന് ഇതേ കണ്ടില്ലേ ഈ ഒരു തുരങ്കോ നമ്മൾ ഇറങ്ങി വന്നത്. ആ ഒരു വലിയ തുരങ്കം ഇറങ്ങി വന്ന് നമ്മൾ കേരളത്തിലെത്തി. അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു തുരങ്കം കയറി തമിഴ്നാട്ടിലെത്തും. മനസ്സിലായി? അപ്പോഴാണ് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. ഭഗവതിപുരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ ചെങ്കോട്ട താലൂക്കിലെ ഒരു പ്രദേശമാണ് ഭഗവതിപുരം. അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. കൊല്ലം ചെങ്കോട്ട തീവണ്ടി പാതയിൽ തമിഴ്നാട്ടിലെ ആദ്യത്തെ തീവണ്ടി ആഫീസ് എവിടെയാണ്? നമ്മുടെ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മറ്റൊരു കേരളത്തിലെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ എവിടുത്തെ? കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷനും വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനുമാണ് നമ്മുടെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ. വണ്ടി അവിടെ വന്നിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഷൻ. അതായത് നമ്മൾ ഈ വണ്ടി തമിഴ്നാട് കഴിഞ്ഞിട്ടുള്ള വരുമല്ലോ. തമിഴ്നാട് കഴിഞ്ഞ് വരുന്നത് പിന്നെ കൊല്ലം ജില്ലയാണേ. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് നമ്മുടെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നമ്മളിതേ അവിടെ വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള കാഴ്ചകളൊക്കെ? വീഡിയോ കുറച്ച് ലെങ്ത് ആവും കേട്ടോ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മൊത്തം എടുക്കുക ഞാൻ. ഫുള്ള് വിഷ്വൽസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ കാണിക്കണം. അപ്പുറത്തെ സൈഡ് കണ്ടല്ലോ, അപ്പുറത്തെ സൈഡ് കുറേ വേരും ചെടിയും മരങ്ങളൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. കണ്ടല്ലോ ദേ കിടക്കുന്ന കറുവൊക്കെ അടിച്ചാണത്. അങ്ങനെ വലിയ താമസമില്ലാതെ ആര്യങ്കാവ് സ്റ്റേഷനിൽ നമ്മളെ ട്രെയിൻ എടുത്തു. ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്നൊക്കെ ചെങ്കോട്ടയിലേക്ക് ധാരാളം ബസ്സുകളുണ്ടല്ലോ, KSRTC ബസ് സ്റ്റാൻഡുകൾ. പിന്നെ മറ്റു ജില്ലകളുടെ കാര്യവും നിങ്ങൾ അതനുസരിച്ച് ബസ്സിലോ എങ്ങനെയെങ്കിലുമൊക്കെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ, ഇത് ഗുരുവായൂർ എക്സ്പ്രസ് ആണല്ലോ, അപ്പോൾ എറണാകുളം ടൗണ് അങ്ങനെയൊക്കെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് പോകാനും ബെറ്റർ ഈ ട്രെയിൻ തന്നെ ആയിരിക്കും. ഇതേ കണ്ടില്ലേ ഇതുപോലെ കർവൊക്കെ അടിച്ച് കുറച്ച് കർവുകൾ ഇനിയുണ്ട്, ഇതുപോലത്തെ കുറേ കർവുകൾ ഇനിയുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണത്. അപ്പുറ സൈഡിൽ റോഡ്, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ബസ്സുകളൊക്കെ പോകും. ശരിക്കും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ട്? ഫോണിൻ്റെ ക്യാമറയില്ല, അതായത് എൻ്റെ ഫോണിനും പ്രത്യേകിച്ച് ക്ലാരിറ്റി കുറവാണ്, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഒരു KSRTC നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്, ഓർഡിനറി KSRTC. കണ്ടില്ലേ, നമ്മൾ KSRTC ബസ് വരുമ്പോൾ ഈ റൂട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ചെങ്കോട്ടയിൽ ചുമപ്പുണ്ട് ബാക്കിൽ, ആനവണ്ടി പ്രാന്തന്മാരൊക്കെ കൊണ്ടാടെ ഇവിടെ. അപ്പോഴത്തേക്കും ട്രെയിൻ താണ്ട KSRTC താഴെ, ട്രെയിൻ മോളി KSRTC താഴെ. അപ്പോൾ നമ്മൾ ആ റൂട്ടാണ് അങ്ങോട്ട് പോകുന്നത് ബസ്സിലൊക്കെ. അതും ഒരു പ്രത്യേകം കാഴ്ച തന്നെയാണ്, ഒരു ഭയങ്കര കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് മൊത്തം കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റേഷൻ ആര്യങ്കാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ന്യൂ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പോകുന്ന സ്പീഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ പതുക്കെ ആട്ടും കൊച്ചുങ്ങളെന്ന് ആട്ടും കുട്ടികളും. അപ്പോൾ ഇതേണ്ടേ ന്യൂ ആര്യൻകാവ് റെയിൽവേ സ്റ്റേഷൻ. സംഭവം ഇത് 2018 സെറ്റായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ന്യൂ ആര്യൻകാവ് റെയിൽവേ സ്റ്റേഷൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുനെൽവേലി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൽ തുറന്നൊരു പുതിയ റെയിൽവേ സ്റ്റേഷനാണ് ന്യൂ ആര്യൻകാവ് റെയിൽവേ സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ പാലരുവി റെയിൽവേ സ്റ്റേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം, കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ സ്റ്റേഷന് നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ പാലരുവി വെള്ളച്ചാട്ടത്തിന് വളരെ അടുത്താണ് ഈ സ്റ്റേഷൻ, അതുകൊണ്ടായിരിക്കാം. ഇപ്പർ സൈഡ് കണ്ടില്ലേ, ഒരു പ്ലാറ്റ്ഫോമും 2 ട്രാക്കുകളൊക്കെ ഉള്ള. ഇത് അവിടെ ട്രാക്കിൽ വേറൊരു സാധനം കിടക്കുന്നില്ല, മറ്റേ പണി നടക്കുന്നതിന് എന്തോ 2018 തുറന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ന്യൂ ആര്യൻകാവ് റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ തന്നെയാണ്, കൊല്ലം ജില്ലയിലെ. ഇനി അങ്ങോട്ടെല്ലാം കൊല്ലം ജില്ല വരെ കണ്ടില്ലേ 2 സൈഡും. താഴോട്ട് ചാടണമല്ലേ, പഴയ ഒരു ഓർമ്മയെ വെച്ച് ചാടി കൊടുത്തു കഴിഞ്ഞാൽ കിടക്കുന്നു താഴെ മൂട് പിടിച്ച്. നോക്ക്, അങ്ങനെ ന്യൂ ആര്യൻകാവ് റെയിൽവേ സ്റ്റേഷനും ബൈ നെയിം ബോർഡൊക്കെ കിടക്കുന്നു. ഞാൻ ആക്ച്വലി ഈ ഒരു റൂട്ടിൽ മഴക്കാലത്ത് വന്നിട്ടുണ്ട്. നമ്മളെ ചാനൽ തുടങ്ങിയ സമയത്താണത്. ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു. അത് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ്, പെരും മഴയത്ത്. അത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അതൊരു മഴക്കാലത്ത് ആണ് എന്നുള്ളതൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ചൂടായതുകൊണ്ട് മാത്രമാണ് തിരിച്ച് അങ്ങോട്ടത്തേക്കുള്ള യാത്ര ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും രാവിലെ ഒരു ബാഗ് എടുത്ത് വീട്ടിൽ നിന്ന് ഫുഡ് എടുക്കുക. രാവിലത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ ഒരു ബാഗിനകത്ത് 2 കുപ്പി വെള്ളവും ഉച്ചയ്ക്കുള്ള ലഞ്ചും പിന്നെ ഒരു പവർ ബാങ്കും പിന്നെ ചാർജിങ് സ്പോട്ടും. അടുത്ത ഒരു കുഞ്ഞു സ്റ്റേഷനാണ് ഇടപ്പാളെ സ്റ്റേഷൻ. ഇവിടെ സ്റ്റോപ്പുണ്ട്, ഇടപ്പാളെ ഹാൾട്ട് എന്ന് പറയും. അപ്പോൾ ഒരു ഹെഡ്സെറ്റും ഒരു തൊപ്പിയും ഒരു കുടയൊക്കെ ആയിട്ട് ഇങ്ങ് വന്നോ. ഓണാണ്,
ഈ സോളോ അടിക്കാൻ ഞാൻ വീണ്ടും പറയുകയാണ് എല്ലാവരുടെ അടുത്തും. സോളോ മസ്റ്റ് ട്രൈ സ്പോട്ടാണിത്. വേറെ സീനോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പല പല വിധത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പുറ സൈഡിലാണ്, അപ്പുറ സൈഡ് കാണിക്കാൻ വല്ലതും ഉണ്ടോ? കഥ ഒന്നുമില്ല, കണ്ടില്ലേ? അപ്പോൾ പിന്നെ മാക്സിമം നമ്മുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഫുഡ് പുറത്തുനിന്ന് എടുക്കാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നത്. ഒരു പണിയാവല്ലോ, പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ ഫുഡ് പോയ്സണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്ത രീതിയിൽ പെട്ടു. സോളോ കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. വീട്ടിൽ നിന്നുള്ള ഫുഡും വീട്ടിൽ നിന്നുള്ള വെള്ളവും ഒക്കെ ആകുമ്പോഴത്തേക്കും മനസ്സിനും ശരീരത്തിനും ഒരേ രീതിയിൽ സമാധാനവും സുഖവും കിട്ടും. ഒന്നിനെ പറ്റി ആലോചിക്കണ്ടല്ലോ. ഇതണക്കത്തുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. അവിടെ കനാല തടാകം അങ്ങാണ്ട വറ്റി കിടക്കുന്നു, ചൂടിൻ്റെ ആണേ. പക്ഷെ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, വെള്ളമൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. ഇതേ കുന്നും മലയും. പിന്നെ ഈ വൈകിട്ട് ചായയൊക്കെ കുടിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു ചായ കുടിക്കുക, ജിഞ്ചർ ടീ, കുഴപ്പമില്ല. പിന്നെ ഈ സമൂസ വട ചൂടൊന്നും ഇല്ലാത്തത് മേടിച്ച് കഴിക്കാതിരിക്കുക മാക്സിമം, കേട്ടോ. അല്ല, കടകളിലൊക്കെ നിങ്ങൾ ചെങ്കോട്ടയുടെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഫ്രഷായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാണുകയാണെങ്കിൽ അത് മേടിച്ചോ. അപ്പോൾ ഇത് കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷനാണ്, കൊല്ലത്തെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരു കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷൻ, പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഉള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പുറത്ത് കാണിക്കാനൊന്നുമില്ല, ഒരു തെങ്ങിൻ്റെ ഓല മാത്രമുണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരു വീടും. അപ്പോൾ കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, കണ്ടില്ലേ നിങ്ങൾ? ഈ കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു സ്പോട്ട് വരുന്നത്. അതായത് തെന്മലയ്ക്കും കഴുതുരുട്ടിക്കും ഇടയ്ക്കുള്ള ഒരു സ്പോട്ട്. ഇതേ അവിടെ ഒരു പള്ളി കണ്ടെന്നില്ലേ? കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് കഴിഞ്ഞ് വണ്ടി എടുത്തു കേട്ടോ, അവിടെ അടുത്തായിട്ടൊരു പള്ളിയുണ്ട്. എന്തോന്നിത് നോക്ക്, എന്ത് ഭംഗിയല്ലേ കാണാൻ. അടുക്കിനടുക്കിന് ഇങ്ങനെ മരക്കൂട്ടങ്ങൾ. കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷനും ബൈ ബൈ നെയിം ബോർഡ്. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചത് ഇവിടെ ഒരു കനാലോ എന്തോ ഇത് അരുവി. അപ്പോൾ അതേ കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ കർവൊക്കെ അടിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ വരാനുള്ള നമ്മളൊരു സ്പോട്ട് ഇപ്പോൾ വരാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തെന്മലയ്ക്കും കഴുതുരുട്ടിക്കും ഇടയ്ക്ക് നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് ഇപ്പോൾ വരും. നിങ്ങൾ കാണാൻ റെഡി ആയിട്ടിരുന്നോ? ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ദേ ഇവൻ. നമ്മുടെ കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്ക് സമീപമുള്ള കഴുതുരുട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പാലമാണ്. ഏതാ? നമ്മുടെ 13 കണ്ണർ പാലം അഥവാ 13 ആർച്ച് ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത ഇതിന് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്, കണ്ടില്ലേ നിങ്ങൾ? അടിപൊളി അല്ലേ? താഴെയായി കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ താഴത്തെ നിങ്ങൾ ആ റൂട്ട് കണ്ടില്ലേ? ആ റൂട്ടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞില്ലേ, നിറയെ തുരങ്കങ്ങളും പാലങ്ങളിലൂടെയൊക്കെ കടന്നാൽ പോകുന്നത്. എന്താ വീണ്ടും ഒരു തുരങ്കത്തിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കണ്ടല്ലോ, ഈ 13 ആർച്ച് ബ്രിഡ്ജ് ഇതങ്ങോട്ട് കഴിഞ്ഞ് അടുത്തൊരു തുരങ്കത്തിൽ കയറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് കൊച്ചു തുരങ്കങ്ങളിലേക്ക് നമ്മൾ കയറി ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അതേ അടുത്ത തുരങ്കത്തിലോട്ട് വീണ്ടും കയറുന്നുണ്ട്, 3ാമത്തെ ടൂണിലായത്. ഇനി അങ്ങോട്ടെല്ലാം കുഞ്ഞു തുരങ്കങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിരിക്കും സോളോ ഒക്കെ അടിക്കുന്നവർക്ക്. ഫ്രണ്ട്സുമായിട്ട് വരാം, നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് വരുന്നത് അങ്ങനെ വരാം. പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ സോളോ അടിക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. ട്രെയിൻ സ്പോട്ടിങ്, പ്രത്യേകിച്ച് ട്രെയിൻ ജേണീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വളരെ അടിപൊളിയായിട്ടുള്ളൊരു റൂട്ട് തന്നെയാണത്, അതിലൊരു സംശയവുമില്ല. വീണ്ടും അടുത്തിട്ടുണ്ടല്ലോ, അടുത്ത തുരങ്കത്തിലോട്ട് വീണ്ടും കയറിയിരിക്കുകയാണ്. കുഞ്ഞു തുരങ്കങ്ങളാണ്, കുറച്ച് കൊച്ചു തുരങ്കങ്ങളും എന്തോ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ പാലങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ടാണ്. ഇച്ചിരി വലുതാണെന്ന് തോന്നല്ലോ, ഇവിടെ തീരുന്നില്ല. വണ്ടി പതിയെ പോവുക. ആരെങ്കിലുമൊക്കെ ഫോൺ തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോകണോ? ഇല്ല ഇവിടെ ഒളിച്ചിരുന്നു. തീർന്നെങ്കിൽ വ്ളോഗിങ് ഒക്കെ ആര് ചാടും? ഇറങ്ങി ഗുഹയുടെ പുറത്തിറങ്ങി. തുരങ്കം, ഗുഹ അഥവാ എന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ പുനലൂർ വരെയുള്ള മെയിൻ, എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെങ്കോട്ടയിൽ നിന്ന് ഈ ട്രെയിനിൻ്റെ പുനലൂർ വരെയുള്ള എല്ലാ കാഴ്ചകളും നിങ്ങളെ എനിക്ക് കാണിക്കണമായിരുന്നു, അത്രയേ ഉള്ളൂ. ഇതേ നമ്മുടെ അടുത്ത കൊല്ലം ജില്ലയിലെ സ്റ്റേഷനായ തെന്മല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല റെയിൽവേ സ്റ്റേഷനാണ്, 120 വർഷം പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. മാത്രമല്ല ഈ തെന്മല എന്ന് പറയുന്ന സ്ഥലം വളരെയധികം വിനോദസഞ്ചാരമായുള്ളൊരു കേന്ദ്രം കൂടിയാണ്. ഒട്ടനേകം ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്പോട്ട് കൂടാണ്. ഇവിടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം ഉണ്ടല്ലോ, ഇക്കോ ടൂറിസം കേന്ദ്രമാണ് നമ്മുടെ തെന്മല. കൊല്ലം നഗരത്തിൽ നിന്നൊരു 66 കിലോമീറ്ററും പിന്നെ നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നൊരു 69 കിലോമീറ്ററും അകലെയായിട്ടാണ് ഇതിവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ തമിഴ്നാട് സംസ്ഥാനമായ അതിർത്തിയിൽ നിന്നൊരു 14 കിലോമീറ്റർ അകലെയാണ് ഈ തെന്മല എന്ന് പറയുന്ന സ്റ്റേഷൻ. ഞാനിപ്പോൾ ഈ ട്രെയിനിൻ്റെ അകത്തൂടെ വന്നപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടല്ലേ എല്ലാം കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ തെന്മല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, കണ്ടില്ലേ?
അപ്പുറ സൈഡിലെ കാഴ്ച ഡോർ അങ്ങോട്ട് തുറങ്ങട്ടെ. കണ്ടില്ലേ? എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസൊക്കെ എടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലുള്ള വീഡിയോസും 2 സൈഡിലായിട്ടുള്ളതാണെങ്കിലും പിന്നെ പുറമേ ഉള്ള കാഴ്ചകളാണെങ്കിലും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയണം. ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്തവരൊക്കെ കാണുമല്ലോ ഒരുപാട് ആൾക്കാർ. അപ്പം ഞാൻ എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ തെന്മലയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു ചെറിയ കർവൊക്കെ അടിച്ച് നമ്മുടെ ട്രെയിൻ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ ഒരു തുരങ്കവും കൂടെ ഇനിയുണ്ട് തുരങ്കങ്ങൾ, കൊച്ചു കൊച്ചു തുരങ്കങ്ങളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതേപോലത്തുള്ള ഒരു തുരങ്കത്തിനകത്തോട്ട് ഞാൻ കയറും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുനലൂർ വരെ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ സ്റ്റേഷൻസ്. പിന്നെ കൊല്ലം എത്തിയിട്ട് നമ്മളങ്ങ് വൈൻഡപ്പ് ആവും, ട്രെയിൻ നേരെ ഗുരുവായൂരും പോകും. ഇതേ കണ്ടില്ലേ, ഒരു അടുത്തൊരു തുരങ്കത്തിനകത്തോട്ട് നമ്മൾ കയറി. ചെറിയ തുരങ്കമോ, ഇത് എത്രാമത്തെ ട്യൂണിലാണെന്ന് ഞാൻ മറന്നുപോയല്ലോ. എന്നിരുന്നാലും അടുത്തൊരു തുരങ്കത്തിനകത്തോട്ട് നമ്മൾ കയറി. അപ്പം ഈ പറയുന്ന കണക്ക് പുനലൂർ വരെയുള്ള സ്റ്റേഷൻ കവർ ചെയ്തിട്ട് പിന്നെ പുനലൂരിൽ നിന്ന് കൊല്ലം വരെ എനിക്ക് റെസ്റ്റാണ് കേട്ടോ. ഞാൻ റെസ്റ്റ് എടുക്കും. എന്നിട്ട് കൊല്ലത്തെത്തിയിട്ട് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ആക്കും. ഈ ട്രെയിൻ നേരെ ഗുരുവായൂരും പറഞ്ഞു വിടും. കൊല്ലത്തെത്തിയിട്ട് എനിക്ക് ഇതിൻ്റെ എൻജിൻ മാറ്റുന്നു അതിൻ്റേതായ കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. കൊല്ലത്തെത്തിയിട്ട് ഈ ട്രെയിനിൻ്റെ എൻജിൻ മാറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പിന്നീട് ഗുരുവായൂരോട്ട് പോകുമ്പം? അതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുകൂടാതെ തന്നെ നമ്മൾ ചെങ്കോട്ടയിൽ വെച്ച് ചെന്നൈ ഇഗ്മോറിൻ്റെ ഒരു പരിപാടി കണ്ടില്ലായിരുന്നു ഈ എൻജിൻ്റെ, അതും നിങ്ങളൊന്നും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തുവാണെന്ന്. എനിക്ക് എന്തോ സംഭവം എൻ്റെ മൈൻഡിലൊരു സാധനം കിടപ്പുണ്ട്, ഇനി പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്ന് വിചാരിച്ചിട്ട് പറയാത്തതാണ് കേട്ടോ. വേണ്ടേ, കൊല്ലം ജില്ലയിലെ മറ്റൊരു കുഞ്ഞ സ്റ്റേഷനാണ് നമ്മുടെ ഒറ്റക്കൽ സ്റ്റേഷൻ. ഒറ്റക്കൽ സ്റ്റേഷൻ ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുവാണല്ലോ, ആരുമില്ല. ഒട്ടുമിക്ക ആൾക്കാരൊന്നും ഇവിടുന്ന് കയറാനായിട്ടൊന്നും ഇല്ല, അത് വേറെ കാര്യം. കണ്ടില്ലേ? പിന്നെ നിങ്ങൾ ഈ ഫുഡ് എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും സ്നാക്സ് കൈ വെച്ചിരിക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കടകളില്ല, അത് വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പുനലൂരൊക്കെ എത്തിയാലേ പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് സ്നാക്സ് എന്തെങ്കിൽ ചെങ്കോട്ടെ വന്നിട്ട് മേടിച്ച് വല്ല ബിസ്ക്കറ്റോ എന്തെങ്കിലും കൈ വെച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് കൈ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ വിശപ്പടിക്കും. ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വണ്ടി സ്ലോയിലും കൂടെ പോകുന്നതുകൊണ്ടേ, അതുകൊണ്ട് അത് കയ്യിൽ വെച്ചിരിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, കാരണം ചെങ്കോട്ടയിൽ നിന്ന് ട്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ ഈ ട്രെയിൻ വളരെ പതിയാണല്ലോ പോകുന്നത്. പിന്നെ പുനലൂർ വരെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്തായാലും വിശക്കും. വെള്ളം കുടിച്ചു മാത്രം ഇരിക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്നാക്സ് എന്തെങ്കിലും നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്ത് സ്നാക്കാണെങ്കിലും അല്ലെങ്കിൽ മേടിച്ചതാണല്ലോ എന്തെങ്കിലും. പിന്നെ വഴിയിൽ നിന്ന് ഈ ചൂടില്ലാത്ത കാര്യങ്ങളൊന്നും മേടിച്ച് കഴിക്കാത്തതായിട്ട് നല്ലത്. സമൂസ വടയൊക്കെ കൊണ്ടുവരുന്ന ടീമുകളുണ്ട്. ചായ കുടിച്ചോ നിങ്ങൾ ഭഗവതിപുരത്തുനിന്ന്, അടിപൊളി ചായ തന്നെയാണ്. അപ്പോൾ അതേ വീണ്ടും ഒരു തുരങ്കത്തിനകത്തോട്ട് കയറി അകത്തോട്ടൊക്കെ നോക്കാം. വീണ്ടും വെട്ടം, യാത്ര ചെയ്യുന്നതാണ് ലൈറ്റൊക്കെ ഇട്ട്. കണ്ടില്ലേ എൻ്റെ സീറ്റ് താണ്ട് ഇവിടെ ആരുമില്ല എപ്പോഴും. കൊല്ലത്ത് നിന്ന് എനിക്കൊന്ന് ഗുരുവായൂർ പോകുമ്പോഴത്തേക്കും ആൾക്കാരുണ്ടോന്ന്, ഈ വണ്ടിയിൽ യാത്ര ചെയ്തവരുണ്ടെന്ന് പറയണേ. കൊല്ലത്ത് നിന്ന് ഇനി ആൾക്കാർ ഇതിനകത്ത് കാണുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും സൂര്യൻ്റെ ചെറിയൊരു പ്രകാശം നമ്മുടെ ക്യാമറയെ സ്പോട്ട് ചെയ്യാണ് കേട്ടോ കുറേ നേരം കൊണ്ട്. കൊള്ളാമല്ലേ? നിങ്ങളിത് ആ ഒരു വീട് കണ്ടോ? ഈ ഒരു വീട് മഴക്കാലത്ത് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, പെരുമഴയത്ത്. അന്ന് ഈ വീടിൻ്റെ മേളിലൊരു മയിലിരിപ്പുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്താണ് ചെയ്തതെന്ന്. അന്ന് പെരുമഴയത്ത് നമ്മൾ അങ്ങോട്ട് പോവുക, ചെങ്കോട്ടയിലോട്ട് പോകുമ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ വീട് തന്നെ നമ്മൾ സ്പോട്ട് ചെയ്തത്. ഇതിൻ്റെ മേളിലൊരു മയിലിരിപ്പുണ്ടായിരുന്നു, അതിനെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ അടുത്ത സ്റ്റേഷൻ എത്തി കേട്ടാ, എടമൺ. തന്നെ സ്പെല്ലിങ് വരുമ്പോൾ EDA. എടമൺ സ്റ്റേഷൻ എത്തി. കൊല്ലം ജില്ലയിലെ മറ്റൊരു സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ. ആക്ച്വലി ഉണ്ടല്ലോ നമ്മളെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റേഷനാണ് കൊല്ലം ജില്ലയെ. കൊല്ലം ചെങ്കോട്ടെ ബ്രാഞ്ച് ലൈനിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ എടമൺ. ഇതും നമ്മുടെ കൊല്ലം ജില്ലയിലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ഇടമൺ റെയിൽവേ സ്റ്റേഷൻ. ഇത് മറ്റേ നിലവിൽ കൊല്ലം ചെങ്കോട്ടെ റെയിൽവേ ലൈനിലോടുന്ന ട്രെയിനുകളുടെ ടെർമിനൽ സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേഷനാണ് നമ്മുടെ ഇടമണല്ല ഇടമൺ. അങ്ങനെ തന്നെയാണോ പറയുന്നത്? സമയം കണ്ടോ? 17:22. അതായത് 5:22 ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റേഷനിലെത്തിയിരിക്കുക. അത്യാവശ്യം നല്ലൊരു സ്റ്റേഷനൊക്കെ തന്നെയാണ്. ഇനി അപ്പുറത്തെ സൈഡ്, ഇതിപ്പോൾ നമ്മളെ ട്രെയിൻ വന്ന സൈഡാണ്. ഇനി അകത്തോട്ടൊന്ന് കയറാം. അകത്തോട്ട് കയറിയിട്ട് ഇപ്പുറത്തെ സൈഡ് 2 പ്ലാറ്റ്ഫോമും 2 ട്രാക്കുകളൊക്കെയുള്ള നല്ലൊരു സ്റ്റേഷൻ. നിങ്ങൾ കണ്ടില്ലേ, ഇതുവരെ നമ്മൾ കണ്ട സ്റ്റേഷൻസ് എല്ലാം വളരെ മനോഹരമായ സ്റ്റേഷൻസുകളല്ലായിരുന്നു എല്ലാം. വേണ്ട എടമൺ സ്റ്റേഷൻ്റെ നെയിം ബോർഡ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ്. പുനലൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റി ഓൾറെഡി നമ്മൾ പല രീതിയിലും പല യാത്രകളിൽ വെച്ച് നിങ്ങൾ പരിചയപ്പെട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, പുനലൂർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു ആറാണിത്. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ അവിടെ ഒരു ഞാൻ ആക്ച്വലി ഇത് ചെയ്തിട്ടുള്ള വീഡിയോ പേര് മറന്നുപോയി. അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. നമ്മുടെ പുനലൂർ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള ഒരു ആറാണ്. ഇതേ തൂക്കുപാലം ബ്രിഡ്ജൊക്കെ അപ്പുറത്തെ സൈഡിലായിട്ടുണ്ടേ.
പുനലൂർ തൂക്കുപാലം, അതും ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ ഒരു കലാവിരുതാണ്, അറിയാലോ. അത് തന്നെയാണ് നമ്മുടെ 13 ആർച്ചും ബ്രിഡ്ജും. അപ്പോൾ അതേ പുനലൂർ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എനിക്ക് റെസ്റ്റാണ്, അതായത് പുനലൂരിൽ നിന്ന് കൊല്ലം വരെ. അതായത് നമ്മളെ വീഡിയോ ഓൾറെഡി കഴിഞ്ഞു. അതായത് ഈ പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ കാഴ്ചകളെല്ലാം നല്ലപോലെ ആസ്വദിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വേണ്ട നമ്മുടെ പുനലൂർ സ്റ്റേഷൻ്റെ നെയിം ബോർഡ്. അപ്പോൾ ഇനി എനിക്ക് റെസ്റ്റാണ്, ഞാൻ നല്ല ടയേർഡുമായി. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കാൻ പറ്റി എന്നുള്ള വിശ്വാസത്തിൽ പുനലൂർ സ്റ്റേഷനിലും കൂടെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെ കൊല്ലം സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് പിന്നെ ഒരു ഗുഡ് ബൈ അടിച്ച് നമ്മളെ പോകും. സമയം 17:41, ഒന്നിപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ 5:43 ആയപ്പോൾ നമ്മൾ പുനലൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 6:05 ട്രെയിൻ എടുക്കത്തുള്ളൂ. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കും. അപ്പോൾ അതേ 6:05 കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൊല്ലം ജംഗ്ഷനിൽ എത്തിയിട്ട് കാണാം. ബൈ 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 ബൈ. ദേ ഫൈനലി അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള ട്രെയിൻ ജേണീസും ട്രെയിൻ ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെയിൻ യാത്രകളും നമുക്ക് കാണാം. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സോളോ ട്രിപ്പാണ്. അപ്പം സോളോ അടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ട്രെയിൻ ജേണി മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നിർത്തിയാലോ, വീഡിയോ വൈൻഡപ്പ് ആക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ മധുര ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൂടുതലൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. ഈ ട്രെയിനിലാണ് നമ്മൾ വന്നത്. സമയം 7:18 ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തുള്ള പുതിയ ട്രെയിൻ ജേണീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്.